ഹായ് എവ്രിവൺ, നമസ്കാരം. സൗമ്യസ് ആർട്ട് ഓഫ് കുക്കിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്താണെന്നറിയോ? പത്തില തോരനാണ്. അപ്പം ഞാൻ കുറേ ഇലകൾ സംഘടിപ്പിച്ചതാ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തൊട്ട് പറയാം. ഇത് ആദ്യം തന്നെ പറയട്ടെ, ഇത് ചേനയില്ലേ, ചേനയുടെ ഇലയാണ്. കാണിച്ചു തരാം. ഇതുണ്ടോ, ചേനയുടെ തളിരിലയാണ്. ഒരുപാട് മൂത്ത ഇലയല്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. ചേനയുടെ ഇല എടുത്താൽ ചൊറിയൊന്നുമില്ല, അങ്ങനത്തെ ഒരു മിഥ്യാധാരണയുണ്ട്. അങ്ങനെയൊന്നുമല്ല. അപ്പം ഞാൻ ഒരു ചേനയുടെ ഇല എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്നും കഴുകിയിട്ടില്ല കേട്ടോ, ഞാൻ കഴുകാൻ പോകുന്നതേ ഉള്ളൂ. ഞാനപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്കൊന്ന് കാണിച്ചതിന് ശേഷം കഴുകിയിട്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണ് സാമ്പാർ ചീര. ഓക്കെ, സാമ്പാർ ചീരയുടെ ഇല. അപ്പം ഞാൻ കുറച്ച് സാമ്പാർ ചീരയുടെ ഇല എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത്രയും സാമ്പാർ ചീരയുടെ ഇല എടുത്തിട്ടുണ്ട്. അപ്പം ഇത് മാറ്റി വയ്ക്കുകയാണ്. പിന്നെ മൂന്നാമത്തത് പൈറ്റിൻ്റെ ഇല അല്ലെങ്കിൽ പയറിൻ്റെ ഇല പറയുന്ന സംഭവമാണ്. ഇത് കണ്ടോ, ഇങ്ങനെ ഉണ്ടാവും പയറിൻ്റെ ഇല. നമ്മുടെ സാധാരണ വീട്ടിലുണ്ടാവുന്ന വള്ളിപ്പയറില്ലേ, അതിൻ്റെ ഇലയാണ്. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ ഇല നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നാലാമത്തെ ഇല കാണിച്ചുതരാം. ഇതാണ് തഴുതാമ. എനിക്ക് കുറച്ചേ കിട്ടിയുള്ളൂ തഴുതാമ. ഞാൻ ഒരു ഇല, നല്ല ഇല നോക്കിയെടുത്ത് കാണിച്ചുതരാം. ഇത് കണ്ടോ, ഇതിൻ്റെ ഇല എങ്ങനെ ഉണ്ടാവും? കുറച്ച് ചെറിയ ഇലയായിട്ടും ഉണ്ടാവും കേട്ടോ തഴുതാമ. വലിയ ഇലയും ചെറിയ ഇലയും ഉണ്ട്. ഇതാണ് നാലാമത്തെ ഇല. ഓക്കെ, ഇതിൽ ഇങ്ങനത്തെ ഇലയൊന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല, ഇതൊക്കെ കളയും കേട്ടോ. അപ്പോൾ എനിക്ക് ആകെപ്പാട് ഇത്രേ കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വലിച്ചുകൊണ്ട് വന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ തഴുതാമ 2 ടൈപ്പ് ഉണ്ട്. ഇതിൻ്റെ തണ്ട് കണ്ടോ, ഇത് വെള്ളത്തണ്ടാണ്. ഇതുപോലെ തന്നെ ചുവന്ന തണ്ടുള്ള തഴുതാമയും ഉണ്ട്. ഓക്കെ, അതായത് പച്ചത്തണ്ട് അല്ലെങ്കിൽ വെള്ളത്തണ്ടുള്ള തഴുതാമയാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിനാണ് മെഡിസിനൽ പ്രോപ്പർട്ടീസ് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നാലാമത്തെ ഇലയായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോവലിൻ്റെ ഇല, അതായത് കോവയ്ക്കയില്ലേ, കോവയ്ക്കയുടെ ഇല. ഇതെങ്ങനെ ഉണ്ടാവും കോവയ്ക്കയുടെ ഇല? നമ്മുടെ വീട്ടിലൊക്കെ സുലഭമായിട്ടുണ്ടാവുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെയൊക്കെ തല വെച്ചാൽ തന്നെ വരും. ഇപ്പോൾ ഞാനിപ്പോൾ ഈ വള്ളി വലിച്ചുകൊണ്ട് വന്നിട്ടില്ലേ, ഇതിൻ്റെ തന്നെ തല ഞാൻ 2-3 ഭാഗത്ത് വെച്ചാൽ അതൊന്നും ഉണ്ടാവും. ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാകുന്ന സംഭവമാണ്. വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നിറയെ കോവയ്ക്ക ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത് കോവയ്ക്കയുടെ ഇലയാണ്. ഇനി കോവിലിൻ്റെ ഇല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ 5ാമത്തെ ഇല. ഓക്കെ, എല്ലാം കുറച്ച് കുറച്ച് എടുത്താൽ മതി. ഒന്നുമില്ലെങ്കിൽ ഈക്വൽ അളവിൽ എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് കുറച്ച് എടുക്കാം. ഓക്കെ, ഇത് 5ാമത്തെ. ഇത് കണ്ടോ, ഇതിൻ്റെ പേരാണ് വണ്ടവാഴ. ഇത് കണ്ട വാഴയുടെ ഇല പോലെയൊക്കെ തോന്നും. കണ്ടോ, ചെറിയൊരു വാഴ ഇല പോലെയൊക്കെ തോന്നും കണ്ടിട്ടുണ്ടെങ്കിൽ. ഇതിനെ പറയുന്നത് വണ്ടവാഴ അല്ലെങ്കിൽ വണ്ടവാഴയുടെ ഇല എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഇത് നല്ല മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളൊരു സംഗതിയാണ്. ഓക്കെ, ഇതൊക്കെ വീട്ടുമുറ്റത്തൊക്കെ അല്ലെങ്കിൽ തൊടിയിലൊക്കെ വീട്ടുമുറ്റത്തൊന്നല്ല, തൊടിയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. നോക്കിയാൽ കിട്ടും. നല്ല മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളൊരു സംഭവമാണ്. ഈ ഇലകളുടെയൊക്കെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഞാനൊരു വേറൊരു വീഡിയോ, സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം അല്ലെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും. അതെന്തായാലും കാണുക, നിങ്ങൾ കണ്ട ശേഷം മാത്രം ഇത് ഉണ്ടാക്കി കഴിക്കുക. കാരണം ചില അസുഖങ്ങളുള്ള ആൾക്കാരൊന്നും ഇത് കഴിക്കാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ട് അതൊന്ന് കണ്ട ശേഷം മാത്രം നിങ്ങൾ ഈ പത്തലത്തോരൻ ഉണ്ടാക്കി കഴിക്കുക. പിന്നെ ഇതാണ് മത്തൻ്റെ ഇല. ഇതെല്ലാവർക്കും അറിയാമല്ലോ മത്തൻ്റെ ഇല. കണ്ടോ, ഇതാണ് മത്തൻ്റെ ഇല. ഇതാണ് നമ്മുടെ 7ാമത്തെ ഇല. അടുത്തത് കുമ്പളങ്ങയുടെ ഇല. ഇത് കണ്ടോ, കുമ്പളങ്ങയുടെ ഇലയാണ് അടുത്തത്. മത്തനും കുമ്പളങ്ങയും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. മത്തൻ്റെ തണ്ട് കുറച്ച് വലുപ്പമുണ്ട്, ഈ തണ്ട് കുറച്ച് വലുപ്പമുണ്ടാവും. കുമ്പളങ്ങയുടെ കുറച്ച് ചെറുതായിരിക്കും എന്നുള്ളതേ ഉള്ളൂ വ്യത്യാസം കേട്ടോ. അപ്പോൾ ഇത് കുമ്പളങ്ങയുടെ ഇലയാണ്. ഇതാണ് നമ്മുടെ 9ാമത്തെ ഇല. പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ, താളിൻ്റെ ഇല. ഇതിങ്ങനെയാണ്. ഈ ഒരു വലിയ ഇല കണ്ടാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. താളിൻ്റെ ഇല കണ്ടോ, എനിക്കിത് പൊക്കി കാണിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഇല എടുത്ത് കാണിക്കുന്നത്. ഇത് കീറിപ്പോയി വിഷയം. കണ്ടോ, ഇതാണ് താളിൻ്റെ ഇല. ചേമ്പിൻ്റെ ഇല, താളിൻ്റെ ഇല, മടൻ്റെ ഇല എന്നൊക്കെ പറയുന്ന സംഭവമാണിത്. ഇതിങ്ങനെയാണ്. എൻ്റെ കൈതട്ടി കീറിപ്പോയതാണ്. ഓക്കെ, ഇതാണ്. ഇതുണ്ടോ, ഇതാണ് 10ാമത്തെ ഇല. അപ്പോൾ നമ്മൾ ഇത്രയും ഇല കൊണ്ടാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അല്ലല്ല, സോറി, ഇത് 9ാമത്തെ ഇല ആയിട്ടുള്ളൂ. 10ാമത്തെ ഇല വേറൊരു സംഭവമാണ്, കാണിച്ചുതരാം. ഇത് കണ്ടോ, കടുത്തൂവ. ഇത് ഇമ്പോർട്ടൻസിക്ക് വരെ യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനാണ്.
ഓക്കെ, ഇത് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ചൊറിയൊന്നുമില്ല. ആൾക്കാർക്ക് കടുത്തൂവ കഴിക്കാമെന്ന് പറഞ്ഞാൽ പേടിയാണ്. എസ്പെഷ്യലി കർക്കിടക മാസത്തിൽ ഉണ്ടാക്കിയ ചൊറിയില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കഴുകുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ മതി. കണ്ടോ, ഇതാണ് കടുത്തൂവ. അപ്പോൾ ഇത് ഞാനൊരു 5-6 കടുത്തൂവ ഇങ്ങനെ വലിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇല മാത്രം ഞാൻ യൂസ് ചെയ്യാണ് ചെയ്യുക കേട്ടോ. കണ്ടോ, ഇതാണ് 10ാമത്തെ ഇല. അപ്പോൾ ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി മുറിച്ചു കൊണ്ടുവരാം. ഓക്കെ, ഇതിനൊക്കെ ഒന്ന് മുറിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, ഞാനിപ്പോൾ നമ്മുടെ 10 ഇല മുറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ മുഴുവനായിട്ടൊന്നും എടുത്തില്ല കേട്ടോ. ഒരു 2 കുമ്പളത്തിൻ്റെ ഇല, 2 മത്തൻ്റെ ഇല, ഒരു ചെറിയ മടൻ്റെ ഇല, അതായത് താളിൻ്റെ ഇല, അല്ലെങ്കിൽ നമ്മൾ ചേമ്പില പറയില്ല ആ സാധനം, അതുപോലെ ഒരു ചേനയുടെ ഒരൊറ്റ ഇളന്ത ഇല, അതുപോലെ കടുത്തുവ, എല്ലാം ഈക്വൽ ക്വാണ്ടിറ്റിയിൽ മുറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ ആ ഇലകൾ മുഴുവനൊന്നും എടുത്തില്ല, നമുക്ക് ആവശ്യത്തിനുള്ളത്ര എടുത്തുള്ളൂ. ഇതിപ്പോൾ ഏകദേശം 2 പ്രാവശ്യം ഉച്ചയ്ക്കും രാത്രിയും കഴിക്കാനുള്ളത് ഉണ്ടാവും ഞങ്ങൾക്ക് 2 പേർക്കും. ഓക്കെ, പിന്നെ ഞാൻ ഒരു വലിയ സവോള മുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-20 ചുവന്നുള്ളി, പിന്നെ ഒരു 10-20 വെളുത്തുള്ളി മുറിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പിൻ്റെ ഇല, അത് നിങ്ങളുടെ ഇഷ്ടം. ആവശ്യത്തിന് വെളിച്ചെണ്ണ, പിന്നെ തേങ്ങയും ജീരകവും. ഓക്കെ, ഇങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2-3 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. അതുപോലെ കടുക് വറുക്കാനായിട്ട് കടുക്, കുറച്ച് അരി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം, ആവശ്യത്തിന് എണ്ണ. ഒരു 2-3 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പൊരിയിട്ടെ കേട്ടോ. താല്പര്യമില്ലാത്ത ആൾക്കാർ അരി ഇട്ട് കൊടുക്കണമെന്നില്ല. ഇതൊരു ടേസ്റ്റിന് വേണ്ടി ഇടുന്നതാണ് കേട്ടോ. 1 സ്പൂൺ അരി, ഇതിപ്പോൾ എന്ത് അരിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സവോള, ചെറിയ ഉള്ളി, അതുപോലെ വെളുത്തുള്ളി. നമ്മളെപ്പോഴും തോരൻ വെക്കുന്ന സമയത്തുണ്ടല്ലോ കുറച്ച് നല്ലോണം ഉള്ളിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക സ്വാദാണ്. ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അളക്കാം. കടുത്തൂവ എന്താ ചെയ്യേണ്ടതെന്നറിയോ? കടുത്തൂവ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല അത്ര. ഇതിലേക്ക് നമുക്ക് ഈ ചീര നമ്മൾ മുറിച്ച് വെച്ചിട്ടില്ലേ 10 ഇല, അതൊന്ന് ഇട്ട് കൊടുക്കാം. ചേമ്പിൻ്റെ ഇലയും ഇതുപോലെ ഭയങ്കര ടെൻഡറായിട്ടുള്ള ചേമ്പിൻ്റെ ഇലയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, അതായത് ഇളന്ത് ചേമ്പിൻ്റെ ഇല. ഞാനിതിലേക്ക് ഒരു 4 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിന് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വളരെ കുറവ് വെള്ളം മതി. ഇതിപ്പോൾ ക്വാണ്ടിറ്റി ഒക്കെ നല്ലോണം കുറയും. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുക, എന്നിട്ട് വേവിക്കാം. ഞാൻ ഈ പത്തില തോരൻ മരുന്ന് കഞ്ഞിയുടെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്യുന്നത് പത്തില തോരനാണ്. ഇന്ന് വൈകിട്ട് തന്നെ ഞാൻ മരുന്ന് കഞ്ഞിയുടെയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതും കൂടെ കാണാം. അതിൽ ഒരുപാട് ഞാൻ മരുന്നുകളെ പറ്റി പറയുന്നുണ്ട്.
നമ്മൾ സാധാരണ കടയിൽ പോയി വാങ്ങിക്കുന്ന സമയത്ത് അതിൽ എന്തൊക്കെ മരുന്നുണ്ടെന്ന് സാധാരണ ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ മരുന്ന് എന്താണ്, അതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ നമ്മൾ അറിയണ്ടേ. അപ്പോഴല്ലേ നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ മരുന്ന് കഴിഞ്ഞ റെസിപ്പിയിൽ ഞാൻ എന്തൊക്കെയാണ് ഇടേണ്ടത്, ആയുർവേദത്തിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലാണ്ട് മരുന്ന് പാക്കറ്റ് അല്ല ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കാണാൻ മറക്കരുത്. അതിൻ്റെ ബെനിഫിറ്റ്സും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്ഥിരമായിട്ട് എല്ലാ കർക്കിടക മാസത്തിലും നിങ്ങൾ ഉണ്ടാക്കി കഴിക്കും. കർക്കിടക മാസത്തിൽ നിന്നല്ല, നിങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സംഭവമായിരിക്കും അത് കേട്ടോ. മിസ് ചെയ്യാണ്ട് അതും കൂടെ കാണും. ഈ 10 ഇലയ്ക്കും അതിൻ്റെതായിട്ടുള്ള മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഇതിൻ്റെ കൂടെ തകരയുടെ ഇലയുണ്ടല്ലോ, അതും കൂടെ ചേർക്കും കേട്ടോ ചിലർ. അപ്പോൾ 10 ഇല എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഇല ഏതാന്ന് വെച്ചാൽ എടുക്കാം. പണ്ടത്തെ ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. ഗുരു ശിഷ്യനോട് പറഞ്ഞു അത്രേ, നീ ഏതെങ്കിലും ഒരു മെഡിസിനൽ പ്രോപ്പർട്ടി ഇല്ലാത്ത ഒരു മരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചെടിയുടെ പേര് പറയാൻ പറഞ്ഞു അത്രേ. അപ്പോൾ ശിഷ്യൻ കുറേ വർഷങ്ങൾ അലഞ്ഞു അങ്ങനത്തെ ഒരു ചെടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഇല്ലാത്ത ഒരു ചെടികളും ഇല്ല, പക്ഷേ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന, അതായത് ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്ത് ഇലകൾ വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് പോരാ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 ടീസ്പൂണും കൂടെയൊക്കെ, ഒരു 4 ടീസ്പൂണും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ മതിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. നമുക്ക് ആ സമയം കൊണ്ട് ഈ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തോണ്ട് വരാം. ഇതിൽ തേങ്ങയുണ്ട്, 1 സ്പൂൺ ജീരകവും ഉണ്ട്, അതുപോലെ ഒരു 4 അല്ലി വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. ഞാനിതൊന്ന് നന്നായിട്ട് കറക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ ചീരയോ മുരിങ്ങയൊന്നും ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളതിൽ കറിവേപ്പിൻ്റെ ഇല ഇടാറില്ല. പക്ഷെ ഞാൻ പത്തിലത്തോരൻ ഉണ്ടാക്കുമ്പോൾ കറിവേപ്പില ഇടും കേട്ടോ. അതിൽ നല്ലോണം അയൺ കണ്ടന്റ് ഒക്കെ ഉള്ളതാണ് കറിവേപ്പിൻ്റെ ഇല. അപ്പോൾ അതുകൊണ്ട് ഞാനതും കൂടെ ഇടാറുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2-3 ടീസ്പൂണും കൂടിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കും. ഇത് എൻ്റെ ചെറിയ സ്പൂണാണ് കേട്ടോ, ഇപ്പോൾ ടീസ്പൂണല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൽ കിടന്നിട്ട് അതൊന്ന് ലേശം കൂടുതൽ ഫ്രൈ ആവട്ടെ. പൊതുവേ പത്തലത്തോരൻ കിഡ്നി പേഷ്യൻസ് കഴിക്കാതിരിക്കുന്നത് നല്ലത്. കാരണം ഈ പല ഇലകളിലും കാൽഷ്യം കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് അത് ദൂഷ്യം ചെയ്യും. ഓരോ ഇലകളുടെയും എന്തൊക്കെ വൈറ്റമിൻസ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം ഈ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടി പോകുന്നു. അതുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് എന്തായാലും ചെയ്യാം കേട്ടോ. അത് കാണണേ. അപ്പോൾ ഇത്രയും ആയാൽ മതി. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്കിതിലേക്ക് ആ തേങ്ങ ചതച്ച് വെച്ചിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഓപ്ഷണൽ ഇതിൻ്റെ മുകളിൽ ഒരു ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ റെസിപ്പീസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നാളെ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.